സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഉദാത്ത മാതൃകയായി മാറിയിരിക്കുകയാണ് കേരള സന്ദർശനത്തിനെത്തിയ ഇറ്റാലിയൻ വനിത എലിസബത്ത്. ഭക്ഷണമില്ലാതെ രോഗം പിടിപെട്ട് മരണത്തോട് മല്ലടിച്ച 2 നാടൻ നായ്ക്കുട്ടികൾക്കാണ് ഇവർ പുതുജീവൻ നൽകിയത്. ആരോഗ്യം വീണ്ടെടുത്തതോടെ UB, ആമി എന്നീ നായ്ക്കുട്ടികളുടെ തുടർന്നുള്ള പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കിയ ശേഷമാണ് നാട്ടിലേക്കുള്ള എലിസബത്തിന്റെ മടക്കം. ഇറ്റലിക്കാരി എലിസബത്ത് 2 നായ്ക്കുട്ടികളെയും കൊണ്ട് ബസ്സിൽ കയറി തൊടുപുഴയിൽ വന്നിറങ്ങിയതിന് പിന്നിൽ സഹജീവി സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു കഥയുണ്ട്. കൊല്ലം മൺറോന്തുരുത്തിന് സമീപത്തെ തെരുവിൽ നിന്ന് തുടങ്ങിയ ഈ മൂവർ സംഘത്തിന്റെ യാത്ര തൊടുപുഴയിൽ ശുഭമായി പര്യവസാനിച്ച കഥയാണിത്. ഇറ്റാലിയൻ ചിത്രകാരിയും ശില്പിയുമായ പൗള എന്ന എലിസബത്ത് 2012 മുതലാണ് രാജ്യാന്തര സഞ്ചാരം തുടങ്ങിയത്. വിവിധ നാടുകളിലെ കലയും സംസ്കാരവും അടുത്തറിയുകയാണ് ലക്ഷ്യം. 5 വർഷം മുമ്പും ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ സന്ദർശനത്തിൽ കൊല്ലം മൺറോന്തുരുത്തിലായിരുന്നു താമസം. കാഴ്ചകൾ ആസ്വദിക്കാൻ ഇറങ്ങിയപ്പോഴാണ് തെരുവിൽ അവശരായി അലയുന്ന 2 നായ്ക്കുട്ടികളെ കണ്ടത്. അവയുടെ ദയനീയ സ്ഥിതി കണ്ട് മനസ്സലിഞ്ഞ് ഉപേക്ഷിക്കാതെ കൂടെ കൂട്ടി. ആണിന് UB എന്നും പെണ്ണിന് ആമി എന്നും പേരിട്ടു. ഇതിനിടെ നായ്ക്കുട്ടികൾക്കുണ്ടാകുന്ന പാർവോ എന്ന വൈറസ് ബാധ പിടിപെട്ടെങ്കിലും കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിച്ചുള്ള ചികിത്സയും എലിസബത്തിന്റെ കരുതലോടെയുള്ള പരിചരണവും കൊണ്ട് 2ന്റെയും രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു. നായ്ക്കുട്ടികളും എലിസബത്തും തമ്മിൽ വളരെയേറെ ചങ്ങാത്തത്തിൽ ആയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിനാലാണ് ദത്ത് നൽകാനായി തൊടുപുഴയിലെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചത്. We had a long process for treatment and now I'm here in the shelter. I looked a lot for a place for them and they are now here temporary stay in the shelter with these lovely people, but I'm looking for a good adoption for them, like a family or person that is very lovely and take care of them like member of the family, like pet, and where they can stay free and with no cage, no chain, just as human want to be. സുരക്ഷിത കേന്ദ്രമെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് എലിസബത്ത് നായ്ക്കുട്ടികളെ കൈമാറിയതെന്ന് അഭയകേന്ദ്രം നടത്തിപ്പുകാരായ മഞ്ജുവും കീർത്തിദാസും പറയുന്നു. ജാതി തിരിച്ചു പോവുകയാണെങ്കിലും പുള്ളിക്കാരി എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പം നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു വീട്ടുകാരെ സ്നേഹിച്ച് വളർത്താൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുക്കും. കോൺടാക്ട് ചെയ്യണം. അവരെ നല്ല രീതിയിൽ നോക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. UBയും ആമിയും മാത്രമല്ല, ഇവരെ സുരക്ഷിത കരങ്ങളിലെത്തിച്ച എലിസബത്തും ഏറെ സന്തോഷത്തിലാണ്. ഇവിടേക്ക് മടങ്ങി വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എലിസബത്ത് നാട്ടിലേക്ക് മടങ്ങുന്നത്. അതുവരെ ഫോണിലൂടെയുള്ള അന്വേഷണം തുടരും. ക്യാമറമാൻ റൈസൻ TS രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.